നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇന്ന് ഏറ്റവും മികച്ചു നിൽക്കുന്ന ടെലികോം കമ്പനികളിൽ ഒന്നാം സ്ഥാനത്ത് എന്ന് തന്നെ പറയാം. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ജിയോ. ജിയോയുടെ നമുക്ക് ഉപകാരപ്പെട്ട 2024 ഒരു ബെസ്റ്റ് പ്ലാനിനെ കുറിച്ചും 5G അൺലിമിറ്റഡ് പ്ലാനിനെ കുറിച്ചുമാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്ക് മൈ ജിയോ ആപ്പിലൂടെ തന്നെ ഈ പ്ലാനുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. വീഡിയോ മിസ്സാക്കരുത്. അറിയാത്തവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പ്ലാൻ തന്നെയാണ് റിപ്പബ്ലിക് ദിനമായിട്ട് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് മൈ ജിയോ ഓപ്പൺ ചെയ്യുക. എൻ്റെ ഇപ്പോൾ ഒരു പ്ലാൻ ആക്റ്റീവ് അല്ല, നെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ റീചാർജാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണെന്ന് നോക്കാം. അതിനായിട്ട് റീചാർജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ, കുറേ പ്ലാനുകൾ നമുക്കിവിടെ കാണാൻ പറ്റി. 239 മുതലുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. 239 താഴെയും ഉണ്ട് കേട്ടോ. പക്ഷേ 239 മുതലാണ് നമുക്ക് അൺലിമിറ്റഡ് 5G ആക്ടിവേറ്റ് ആവുന്നത്. 5G ഫോണുള്ളവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു പ്ലാനാണ് 239 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 239 മുതൽ മുകളിലോട്ട് എല്ലാ പ്ലാനുകൾക്കും അൺലിമിറ്റഡ് 5G നമുക്ക് കിട്ടുന്നതാണ്. ഈ 5G പ്ലാനുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളൊരു ന്യൂസ് കേട്ടിരുന്നു. പക്ഷേ ജിയോ അധികമായിട്ടിത് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. ടെലികോം കമ്പനികളിൽ നിന്നൊക്കെയുള്ള ഒരു ന്യൂസ് വരുന്നത് എന്താ വെച്ചാൽ, ജിയോ ഈ വർഷം 2024 ഫുള്ളായിട്ടും ഈ പാക്ക് നിലനിർത്തും എന്നുള്ളതാണ്. ഒന്നുകിൽ 2024 ലാസ്റ്റ് വരെ, അല്ലെങ്കിൽ 2025 ഫസ്റ്റ് വരെ എന്തായാലും ഈ 5G പ്ലാന് ഒഴിവാക്കുന്നുള്ള വാർത്തയൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനിൻ്റെ കാലാവധി വരെ നമുക്ക് എന്തായാലും 5G കിട്ടുന്നതാണ്. അപ്പോൾ 1 ഇയറിൻ്റെ പാക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ 1 ഇയർ ഫുള്ളായിട്ട് നമുക്ക് ഈ 5Gയും ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പ്ലാൻ എന്താണെന്ന് നോക്കാം. അതെന്ന് പറയുമ്പോൾ ഒരു റിപ്പബ്ലിക് ദിന പ്ലാനാണ്. 2.5 GB ആണ് പ്ലാൻ. അത് ഒരു വർഷത്തേക്കാണ് കേട്ടോ. വർഷത്തേക്കാണ് വരുന്നത്. അത് 2,999 റുപ്യക്ക് അൺലിമിറ്റഡ് 5G ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കൂടാതെ കുറച്ച് ജിയോ TV അങ്ങനത്തെ കാര്യങ്ങളും വരുന്നുണ്ട്. 365 ദിവസത്തേക്കാണ് കേട്ടോ 2,999 റുപ്യക്ക് നമുക്ക് നെറ്റ് കിട്ടുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം. പാക്ക് വാലിഡിറ്റി 365 ഡേയ്സ്. അതുകൊണ്ടോ ടോട്ടൽ ഡാറ്റ ഒക്കെ കാണിക്കുന്നുണ്ട്. 2.5 GB ആണ് പെർ ഡേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. വോയിസ് കോളുണ്ട്, SMS ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, 2,999 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള പ്ലാൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭം തന്നെയാണ് കിട്ടുന്നത്. മാസം ഒരു 250 രൂപ ചിലവാണ് നമുക്ക് ഈ പ്ലാൻ കയറ്റിയാൽ നമുക്ക് വരുന്നത്. അത് 2.5 GB നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്കറിയാം, ഒരു മാസം 239 ചെറിയ പ്ലാനായിട്ട് വരുന്നത് 28 ദിവസത്തേക്ക്. ആ പ്ലാൻ എന്ന് പറയുമ്പോൾ 1.5 GB ആണ് അതിൽ നമുക്ക് കിട്ടുക. അപ്പോൾ മാസം 239 കൂട്ടിയാൽ തന്നെ 2,500 സംതിങ് എന്തോ ആണ് ഒരു വർഷത്തേക്ക് നമുക്ക് ആവുന്നത്. അപ്പോൾ 1.5 GB ആണ് കേട്ടോ 239. പക്ഷേ ഇത് 2.5 GB ഉണ്ട്. അപ്പോൾ 2.5 GB മാസം നമ്മൾ റീചാർജ് ചെയ്യുന്നത് 2.5 GB നമുക്ക് കിട്ടണമെങ്കിൽ 399 അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത്. അപ്പം 399 വെച്ചിട്ട് 12 മാസത്തേക്ക് കൂട്ടുകയാണെങ്കിൽ 4,788 രൂപേൻ്റെ അടുത്ത് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 2.5 GB നമുക്ക് ഡെയിലി കിട്ടുന്നത് ഈ 2,999 രൂപേൻ്റെ ഒറ്റ പാക്കിന് നമുക്ക് കിട്ടുന്നതാണ്. ഫസ്റ്റ് അത്ര പൈസ മുടക്കാൻ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മികച്ചൊരു കാര്യമാണ് റിപ്പബ്ലിക് ദിന പ്ലാനിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം
പൈസ എടുക്കാനുണ്ടാവുന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് നല്ല ലാഭം തന്നെയാണ്. ഈ ഓഫർ ജനുവരി 31 വരെയാണ് കേട്ടോ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ ഇത് ഓഫർ നിർത്തലാക്കുമെന്നാണ് പറയുന്നത്. അപ്പം താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക. നമുക്ക് 5Gയും ഒരു കൊല്ലത്തേക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ബൈ.